ഇന്ന് ഞാനും പാപ്പും കൂടെ ഒരു കാട്ടിൽ വന്നതാണ് കേട്ടോ. കാടൊന്നുമല്ല കേട്ടോ, വെറുതെ പറഞ്ഞതാ. ഞങ്ങളെ വീട്ടിൽ തന്നെയുള്ള മുളയൊക്കെ വെച്ചിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് കേട്ടോ. അവിടുന്ന് കുറച്ച് ചെറിയ കമ്പുകളൊക്കെ വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനും മോളും കൂടെ രാവിലെ ആ ഒരു പരിപാടിയിലായിരുന്നു. ആമിക്കുട്ടീനെയൊക്കെ സ്കൂളിൽ വിട്ടതിന് ശേഷം ഞാനും പാപ്പും കൂടെ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നല്ല ബുദ്ധിമുട്ടുണ്ടായി ഇത് കട്ട് ചെയ്യാൻ. എൻ്റെ കയ്യിലുള്ള കത്തി കൊണ്ട് അത്ര ഈസി അല്ല കേട്ടോ ഇത് വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ മുളയൊക്കെ വെട്ടി വന്നത് എന്തിനാണെന്ന് നിങ്ങളോട് പറഞ്ഞില്ലല്ലോ. അതായത് നമ്മൾ കുറച്ച് ദിവസം മുന്നേ ഒരു 3 വീക്ക് മുന്നേ കുറച്ച് പച്ചക്കറി തൈകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതൊക്കെ നട്ടിട്ട് പിന്നെ അതിൻ്റെ എല്ലാ വളർച്ചയൊന്നും പോയി നോക്കാൻ സമയം കിട്ടിയിട്ടില്ല കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ വളർന്നു വന്നെന്ന് കണ്ടെന്നല്ലാതെ എനിക്ക് നോമ്പൊക്കെ ആയതുകൊണ്ട് അത് അത്ര ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പയറിനും തക്കാളിക്കൊക്കെ ചെറുതായിട്ടൊരു കമ്പൊക്കെ വെച്ച് കൊടുക്കേണ്ട സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വന്ന് നോക്കുമ്പോൾ എല്ലാത്തിലും ചെറുതായിട്ട് പുല്ലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചു കൊടുക്കണേ. എനിക്കിതേപോലെ കൃഷി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതായത് വലിയ കൃഷിയല്ല, വീട്ടിൽ ഇതേപോലെ തക്കാളി, പച്ചമുളക് നമുക്ക് പറ്റുന്ന രീതിയിൽ ചെറിയ ചെറിയ കൃഷിയൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഉള്ള സമയത്ത് ഇതേപോലെ ഇതിൻ്റെ മുന്നേ ഞങ്ങൾ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിതാ തക്കാളിയൊക്കെ ഏകദേശം ഇങ്ങനെ അതിൻ്റെ ഇലകളൊക്കെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ 2 തൈ വെച്ചിട്ടാണ് കേട്ടോ നട്ടു കൊടുത്തിട്ടുള്ള ഓരോന്നിലും. അപ്പോൾ ഇതിൻ്റെ നടുവിൽ ഇനി കുറച്ചൊരു ഗ്യാപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കമ്പ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് വളരുമ്പോൾ അത് ഒടിഞ്ഞു പോകാതിരിക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെച്ച് കൊടുക്കാൻ വേണ്ടി പോകാം കേട്ടോ. നടുന്ന സമയത്ത് തന്നെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ജൈവവളങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ലീഫൊക്കെ നന്നായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഈ പയറിലും ഇതേപോലെ പുല്ലൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മേലോട്ട് ഇങ്ങനെ അതിൻ്റെ തിരി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ കമ്പ് വെച്ചിട്ട് ആ തിരിക്ക് കയറാനുള്ളൊരു ഇതുണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അതും കൂടെ ചെയ്യണം അതിൻ്റെ കൂടെ. ഇത് നമ്മളെ വഴുതനങ്ങ തൈ കേട്ടോ. പക്ഷേ വഴുതനങ്ങ ഞാൻ ഒരുപാട് വെച്ചിട്ടില്ല. വഴുതനങ്ങ ഇവിടെ ആർക്കും അങ്ങനെ ഒരുപാട് ഇഷ്ടമുള്ളതൊന്നുമല്ല. പക്ഷേ അതിൽ പെട്ടെന്ന് കായ്ക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്ന് വെച്ചതാണ് കേട്ടോ. നമുക്ക് ഇടയ്ക്കൊക്കെ ഉപയോഗിക്കാൻ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ വെണ്ട ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് റെഡി ആവുന്നേ ഉള്ളൂ കേട്ടോ. അതിന് അത്ര അങ്ങോട്ട് വലുതായിട്ടില്ല. പിന്നെ പച്ചമുളകുണ്ട് എൻ്റെ അടുത്ത് തന്നെ. അപ്പം നമ്മൾ പച്ചക്കറിയിലെ പുല്ലുകളൊക്കെ പറിച്ചതിന് ശേഷം ഞാനൊരു ചട്ടിയിൽ കുറച്ച് മണ്ണും വളമൊക്കെ മിക്സ് ചെയ്തെടുത്ത കേട്ടോ. ഇതിൽ ചാണകപ്പൊടിയും അതേപോലെ കുറച്ച് ചകിരിച്ചോറും മണ്ണും എല്ലാം കൂടെ മിക്സ് ചെയ്ത കേട്ടോ. കാരണം ഇതൊക്കെ പറിച്ചു കഴിഞ്ഞപ്പം ഇതിൻ്റെ വേരിനൊക്കെ കുറച്ച് തക്കാളീൻ്റെയൊക്കെ വേരുകൾ കുറച്ച് കാണുന്ന പോലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തിരി മണ്ണൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്, മണ്ണും വളവും കൂടെയൊക്കെ ആയിട്ട്. നമ്മൾ നടുമ്പോൾ ഉള്ള മണ്ണൊക്കെ അത് വളർന്നു കഴിയുമ്പോൾ ഇച്ചിരി അടിയിലേക്ക് അമർന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഈ തക്കാളിയൊക്കെ ഇതിൻ്റെ തൈ കുറച്ചുകൂടെ പൊങ്ങി നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ അടുത്തൊക്കെ കുറച്ചുകൂടെ മണ്ണ് കൂട്ടി കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു തൈക്ക് അത്ര വലിയ സ്ട്രെങ്ത് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ അവിടേക്ക് ഇതേപോലെ ഇളക്കിയതിന് ശേഷം മണ്ണിട്ട് കൊടുക്കുകയാണ്. നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മളെ വീട്ടാവശ്യത്തിനുള്ള കൃഷികളൊക്കെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള കുറച്ച് പച്ചമുളക്, അതുപോലെ തക്കാളി, ഇതൊക്കെ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ചെറിയ സമയത്ത് ഒരു ചെറിയ ഗ്രോ ബാഗൊക്കെ നിറച്ച് ഇതേപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് തന്നെ ഉണ്ടാക്കാം കേട്ടോ. എനിക്കങ്ങനെ ഇതേപോലെ കൃഷി ചെയ്യുന്നതിനെ കുറിച്ച് ഭയങ്കര ഐഡിയ ഒന്നുമില്ല കേട്ടോ. ഞാൻ എൻ്റെതായ രീതിക്ക് ചെയ്യണേ. അപ്പോൾ ഇതിൽ ചിലപ്പം നിങ്ങൾക്ക് അറിയാവുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും കേട്ടോ. എന്തെങ്കിലും ഇതിൻ്റെ ലീഫിന് ഇതേപോലെ കളറൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യാന്നുള്ളതൊന്നും അങ്ങനെ എനിക്ക് ഭയങ്കര അറിയില്ല. അപ്പോൾ നിങ്ങൾ കൃഷിയൊക്കെ ചെയ്യുന്ന ആരെങ്കിലും ഈ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അറിയുന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ.
അപ്പോൾ ഇതാ നമ്മളെ ചെടിയിലുള്ള പുല്ലുകളൊക്കെ പറിച്ചു. അതിനുശേഷം മണ്ണൊക്കെ ഇളക്കി വളമൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഈ കമ്പുകളൊക്കെ ഒന്ന് വെച്ചിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞു പന്തൽ പോലെയൊക്കെ ഇട്ട് കഴിഞ്ഞാലാണ് പയർ ചെടികളൊക്കെ നല്ലോണം നിൽക്കുകയെന്നറിയാം. പക്ഷേ ഇപ്പം എൻ്റെ കയ്യിലുള്ള ഈ ഒരു കമ്പൊക്കെ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ചെറിയൊരു സപ്പോർട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ തക്കാളിയിലും പച്ചമുളകിലും പയറിലൊക്കെ ഇങ്ങനെ കമ്പുകളൊക്കെ വെച്ച് കൊടുത്തു കേട്ടോ. ഇനിയിപ്പോൾ നല്ല വെയിലൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് നനച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. വൈകിട്ടാണ് സാധാരണ നനയ്ക്കൽ. അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗ് ഇതായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.